ഏതായാലും വലിയ ആശ്വാസകരമാണ്. അതേസമയം അവർക്ക് തീർത്താൽ തീരാത്തത്ര വലിയ നഷ്ടമാണ്. അവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നത്. പക്ഷേ ആശ്വാസകരമാണ്. മറ്റാർക്കും ആ ഗതി വരില്ലല്ലോ, കടുവ ചത്തല്ലോ എന്നൊരു ആശ്വാസമാണെങ്കിലും വലിയ ദുഃഖമാണ് അവരെ സംബന്ധിച്ച്. വനമന്ത്രിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ ജയലക്ഷ്മി വന്നിട്ടുണ്ട്. ദൗത്യം തുടരും എന്നാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ ഏറ്റവും പുതിയ പ്രതികരണം. മറ്റു സ്ഥലങ്ങളിലും കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവിടെയും തിരച്ചിൽ തുടരുമെന്ന ആശ്വാസകരമായ പ്രതികരണമാണ് വനമന്ത്രിയുടെ ഭാഗത്തുനിന്ന്. ഈ ദൗത്യം വിജയം എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ വരുന്നത്. കമൽ കൂടി നമുക്ക് പോകണ്ട്. കമൽ, എന്തായാലും ആളക്കൊല്ലി കടുവ ചത്തിരിക്കുകയാണ്. ഇപ്പോൾ അരുൺ സക്രിയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ കടുവയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ. ഇപ്പോൾ ദൗത്യം തുടരും എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും കടുവയുടെ സാന്നിധ്യമുള്ളതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യം തുടരും എന്നുള്ളത് പറയുന്നത്. കമൽ, ഈ ചത്ത കടുവ പെൺകടുവയാണ് എന്നൊരു വിവരം വരുന്നുണ്ട്. അതിൽ എന്താണ് സ്ഥിരീകരണം? പെൺകടുവയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമ്മളത് ഡോക്ടർ അരുൺ സക്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിങ്ങൾ നോക്കൂ കടുവ അവിടെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഫീമെയിൽ ആണ് എന്നുള്ളൊരു വിവരം ഇപ്പോൾ വന്നിരിക്കുന്നു. അധികം പ്രായമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ മുറിവുണ്ട്, കോൺഫ്ലിക്റ്റ് ആണ്. കാരണം കാട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഈ മറ്റു കടുവകളുമായി, സാധാരണ കടുവകൾക്ക് മുറിവേൽക്കുക അങ്ങനെയാണ്, മറ്റു കടുവകളുമായുള്ള ടെറിട്ടറിക്കോ മറ്റോ വേണ്ടിയുള്ള ഫൈറ്റിൽ മുറിവേറ്റതാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് വെടിയേറ്റിട്ടില്ല. നമുക്ക് രാവിലെ മുറിവ് കണ്ടപ്പോൾ നമ്മൾ ആ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ദൗത്യ സംഘം കടുവയെ വെടിവെച്ചിട്ടേ ഇല്ല എന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നു. CCFും പറയുന്നു. മയക്കുവെടി വെക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് CCF പറഞ്ഞത്. പക്ഷേ ഡോക്ടർ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു, പക്ഷേ ആ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഫീമെയിൽ കടുവയാണ്. ഇപ്പോൾ കടുവയെ അദ്ദേഹത്തിന്റെ അരുൺ സക്രിയ ഡോക്ടറുടെ വെറ്റിനറി യൂണിറ്റ് ഉണ്ട് പുൽപ്പള്ളി റോഡിൽ, ബത്തേരി പുൽപ്പള്ളി റോഡിലെ കുപ്പാടിയിൽ. അവിടെ കൊണ്ടുപോയായിരിക്കും പോസ്റ്റ്മോർട്ടം. വെറ്റിനറി സർവകലാശാലയിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ് ഡോക്ടർ അരുൺ സക്രിയ അറിയിച്ചത്. എന്താണെങ്കിലും നിലവിൽ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ കൂടി നിന്ന ആളുകളെ കാണിച്ച ശേഷം കടുവയെ കൊണ്ടുപോയിരിക്കുന്നു. എന്തായാലും ആശ്വാസത്തിന്റെ കർഫ്യൂ ഒക്കെ മാറി ഇപ്പോൾ എന്റെ ആളുകൾ ആശ്വാസത്തിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ആളുകൾ അഭിവാദ്യം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. ഷമീറിന്റെ ക്യാമറ നോക്കിയാൽ ആളുകൾ വനംവകുപ്പിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പ്രതിഷേധമൊക്കെ മാറി എല്ലാവരും വലിയ ആശ്വാസത്തിലാണ്. പ്രതിഷേധം സ്വാഭാവികമായിരുന്നു, അവരുടെ വികാരം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ആ ദൗത്യം വിജയിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഈ ദൗത്യ സംഘത്തെ. ദിവസങ്ങളായി നമ്മുടെ 3 ദിവസങ്ങളായി ഈ പ്രദേശം മുൾമുനയിലായിരുന്നു. ഭീതിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രദേശം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ കർഫ്യൂ പോലും പ്രഖ്യാപിച്ച ഒരാൾക്കും പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ അകറ്റിക്കൊണ്ട് ഇന്ന് കടുവ ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അത് ഇന്ന് ചത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഏത് തരത്തിലാണെങ്കിലും ഈ പ്രദേശത്തിന്റെ ഭീതി അകറ്റാൻ വേണ്ടി മുമ്പിൽ നിന്ന് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ദൗത്യസേന, വനപാലകർ, അതോടൊപ്പം പോലീസ് ഈ വിഷയങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ അക്ഷീണം പ്രയത്നിച്ച മാധ്യമ പ്രവർത്തകർ, ഒപ്പം ഇവിടെ വന്ന് ഈ ഗസ്റ്റ് ഹൗസിലിരുന്ന് ഈ പ്രദേശത്തിന്റെ സങ്കടം കേട്ട് അത് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വനം മന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളോടുമുള്ള ഈ പ്രദേശത്തിന്റെ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രദേശത്തെ ഇത്ര ഒരു വിഷയം നടന്ന് ആ പ്രദേശത്തെ ഏറ്റെടുത്ത് അത് പരിപൂർണ വിജയം കാണുന്നത് വരെ പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും ഒപ്പം നിന്ന മുഴുവൻ സമരഭടന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. ഒപ്പം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാധ്യമങ്ങളാണ് ഈ വിഷയം ഇങ്ങനെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മുഴുവനായി നിന്നത് മാധ്യമമാണ്. സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും മാധ്യമങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിലെത്തിയതും ഈ മാധ്യമങ്ങളോട് പൂർണ്ണമായ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. മുദ്രാവാക്യം മുഴക്കുന്നു.
ആളെക്കൊല്ലി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് ആദ്യം ആശ്വാസകരമായ ആ വാർത്ത മാതൃഭൂമി ന്യൂസാണ് ആദ്യം രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ദൗത്യസംഘം വിവിധ ഇടങ്ങളിലേക്ക് തിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും വരുന്നതിനിടയിൽ പെട്ടെന്നായിരുന്നു കടുവ ചത്തു എന്ന സുപ്രധാനമായ ആശ്വാസകരമായ വാർത്ത മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആദ്യ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുണ്ടായിരുന്നു. തെല്ല് അവിശ്വസനീയമായാണ് അവിടുത്തെ ആളുകൾ ആ വാർത്തയെ കേട്ടത് എന്നവരുടെ പ്രതികരണങ്ങളിലൊക്കെ ഉണ്ട്. പിന്നാലെ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇത് ചത്തത് ആ കടുവ തന്നെയാണ്, നരഭോജി കടുവ തന്നെയാണ് എന്ന് വനം ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം CCTV-യിൽ ഈ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ആ CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളും ഈ ചത്ത കടുവയും പരിശോധിച്ചപ്പോൾ ഇത് ഒരേ കടുവ തന്നെയാണ്, ഒരു പെൺകടുവയാണ്, ഒരേ കടുവ തന്നെയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിന് പിന്നെ CCF-ന്റെ പ്രതികരണം, ഡോക്ടർ അരുൺ സക്രയുടെ പ്രതികരണവും വന്നു. ഇന്ന് രാത്രി 12:30 കടുവയെ സ്പോട്ട് ചെയ്തു. 2:30 വരെ അതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞു. രാത്രിയായതിനാൽ ദൗത്യം ഒന്നും ഉണ്ടായിരുന്നില്ല, വെടിയുതിർത്തിരുന്നില്ല, ശരീരത്തിൽ മുറിവുണ്ട്, ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഡോക്ടർ അരുൺ സക്രയും CCF-ഉം പറഞ്ഞത്. ഇനി പോസ്റ്റ്മോർട്ടം, അതിനുശേഷമായിരിക്കും യഥാർത്ഥ മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തത വരിക. കഴിഞ്ഞ ദിവസവും വെടിയുതിർത്തു RRT അംഗത്തെ ആക്രമിച്ചപ്പോൾ എന്ന വിവരമുണ്ടായിരുന്നു. പക്ഷേ അത് വിഫലമായി എന്തായിരുന്നു വനം ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഇനി വെടിയേറ്റതാണോ അതല്ലെങ്കിൽ മറ്റേതിനും മുറിവാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരണം. ഡോക്ടർ അരുൺ സക്രയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കടുവ കാട്ടിൽ മറ്റു കടുവയുമായി ആക്രമണമുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി, അങ്ങനെ ഉണ്ടായ മുറിവാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ്. എന്തായാലും അക്കാര്യത്തിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്.